ദക്ഷിണ ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കും ചാർത്തിക്കിട്ടുന്നത്. ഇതിൻ്റെ മഹത്വം, ഇതിലെ ആരാധനാക്രമങ്ങളിലെ കൃത്യത, അതിൻ്റെ ശുദ്ധി, ഫോക്കസ്, അതുകൊണ്ട് അനുഗ്രഹമായി ഇതിനെ ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ദക്ഷിണ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാമണ്ഡലേശ്വർ സ്വാമിജി, അമ്മ മാതാമൃതാനന്ദമയി ദേവിയും ഒക്കെ മനുഷ്യ രാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം നിള തട്ടത്തിൽ നിർവഹിക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിനുള്ള മുൻകൈ എടുക്കുകയും ചെയ്തത്. ഇതിനി സാമൂഹിക ജീവിതത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ, അതുകൂടി നമുക്ക് നോക്കണം. ഇതൊരു സീസണായി ഒന്നും നമുക്ക് കാണാനൊക്കത്തില്ല. എല്ലാ ശബരിമല എന്ന് പറയുന്ന ആധ്യാത്മിക കേന്ദ്രം സ്പിരിച്വലുമാണ്, റിലീജിയസുമാണ്. പക്ഷെ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടനം കൊണ്ട് കേരളത്തിനുള്ള വരുമാനം എത്രയാണ്? അത് രാജ്യത്തിൻ്റെ വരുമാനം തന്നെയായാണ് മാറുന്നത്. അതുപോലെ ഒരു ആധ്യാത്മിക, എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയും, പക്ഷെ എൻ്റെ മുൻഗാമികൾ തന്നെ ഇത് പണ്ട് ദീർഘവീക്ഷണത്തിലൂടെ പറഞ്ഞതാണ്. There is tourism attached to spiritualism. അപ്പോൾ സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന ഒരു ടാഗിൽ പെടുത്താവുന്ന വലിയ എക്കോണമിയിൽ വലിയ ഒരു പങ്ക് വഹിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്ലെയർ ആവാനുള്ള ഒരു സാധ്യത കൂടി, സംഭാവന കൂടി ഈ കുംഭമേളയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ നേർത്തെളിവ് UP-യിൽ നടന്ന 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നത്. എത്ര കോടിയാണ്, എത്ര 1000 കോടി രൂപയാണ്. അതൊക്കെ ഒരുപക്ഷെ UP-യിലെ ഭരണത്തിൻ്റെ മികവിൽ എത്രമാത്രം ആ കോടികൾ വന്ന് ജനങ്ങളുടെ നന്മയ്ക്കാണ്. അവിടെ പിന്നെ ജാതിയും മതവും ഒന്നുമില്ല, ജനതയ്ക്കാണ് അതിൻ്റെ ഗുണം വന്ന് ഭവിക്കുന്നത്. അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ വെറും ആചാരവും ആദരവും ആധ്യാത്മികതയും അല്ലാതെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അത് സംഭാവന ചെയ്യുന്ന മഹാപ്രസ്ഥാനങ്ങളായി മാറണേ എന്ന് മാത്രം ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഇന്നത്തെ ഒരു ഗണപതി ഹോമത്തിലൂടെ ഇതിൽ പങ്കാളിയാവാനും വേണ്ടിയാണ് ഞാൻ വന്നത് എന്നത് അവസാനം പറയേണ്ട കാര്യമാണ്. വന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ഒരു ദിവസവും ഭക്തജനങ്ങളും ഇതിലെ കൗതുകം, ഇതിൽ നിന്ന് കൗതുകം ഉണർന്ന് വരുന്ന ഒരു സമൂഹമുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാരതത്തിന് പുറത്ത് വസിക്കുന്ന, ഇപ്പോൾ 66-70 കോടി പേരാണ് കുംഭമേളയ്ക്ക് വന്നതെന്നാണ് ഒരു ഏകദേശ കണക്ക് പറയുന്നത്. അതിപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ സമയത്ത് വിറ്റ ഫ്ലൈറ്റ് ടിക്കറ്റ്, ആ സമയത്ത് എടുത്ത ട്രെയിൻ ടിക്കറ്റുകൾ, അപ്പോൾ പിന്നെ പെട്രോൾ ബങ്കിൽ എത്ര പെട്രോളും ഡീസലും അടിച്ചു എന്ന് പറയുന്ന കണക്കുകളൊക്കെ എടുത്തൊരു ഊഹാപോഹമാണ്. പക്ഷെ അതിൽ കുറയാതെയുള്ള ഒരു ജനസഞ്ചയം അവിടേക്ക് ഒഴുകിയെത്തിയെങ്കിൽ ഇവിടെയും അത് സംഭവിക്കുന്നു. ഞാൻ
സത്യത്തിൽ വലിയ ആദരവ് ആ ജനസഞ്ചയത്തോട് തോന്നി. അവർക്കുള്ള ആദരവ് അർപ്പിക്കാനാണ് ഞാൻ പ്രഥമ സ്ഥാനത്ത് ഇന്നിവിടെ വന്ന് ഇതിൽ പങ്കാളിയായി ചേർന്നിരിക്കുന്നത്. ഇതിത്രയും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഇവിടെ കൂടി ഇത്രയും പേർ അറിയിച്ച് തന്നെ ഞാൻ പോകേണ്ടതുണ്ട്. അതും എൻ്റെ കടമയാണ്. അതിനകത്തൊരു കച്ചവട മനസ്ഥിതി ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പാപമല്ല, ഒരു തെറ്റുമല്ല അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടു. അവർക്ക് നിത്യേനയുള്ള വിറ്റുവരവിൽ നിന്ന് ഈ ഇത്രയും ദിവസം കൊണ്ട് അവരുടെ വിറ്റുവരവിൽ എത്ര വർധനവുണ്ടായി എന്ന് അവർ പറയുന്നിടത്താണ് ഇത് എങ്ങനെയാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതിൻ്റെ ഒരു അടിസ്ഥാന എന്താണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ കച്ചവടക്കാരിൽ നിന്ന് കിട്ടും. ഒരുപക്ഷെ ഇത്രയും ദിവസം ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ, കപ്പലണ്ടി, നാരങ്ങാ വെള്ളം ഇതൊക്കെ വെക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു മാസത്തേക്കുള്ള അന്നമെങ്കിലും ചെന്നു എന്ന് പറഞ്ഞാൽ ഇത് ആധ്യാത്മികതയുടെ പാരമ്യതയാണ്. അത്രയും പറഞ്ഞ് ഞാൻ നിർത്താം. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. ഇതെവിടെയൊക്കെ എങ്ങനെയൊക്കെ നടത്തപ്പെടണം. ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും ആചാര സ്വഭാവങ്ങളെയും അവരുടെ ആചാര പ്രവർത്തനങ്ങളെയും മാനിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ വളർന്നു വരേണ്ട കാലഘട്ടമാണ്. അതിന് തീർച്ചയായിട്ടും മഹാമാഘ കുംഭമേള വലിയ ഉത്തേജകമാണ് പകർന്നു നൽകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ കാരണം ഇന്നലെ 2 ദിവസത്തേക്ക് പാർലമെൻറ്റില്ല പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒരുപാട് ജോലി ഉണ്ടായിട്ടും ഡൽഹിയിൽ നിന്ന് ഇതിനായിട്ട് ഓടിയെത്തി എങ്കിൽ അതിൻ്റെ മഹത്വമാണ് വെളിവാക്കുന്നത്. എല്ലാവർക്കും ഇതിനൊക്കെ വീണ്ടും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹ വലയം, ഹാലോ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ഒരു ഔറ. ആ ഔറ തീർച്ചയായിട്ടും സമൂഹത്തിലെ എല്ലാ നവജാത ശിശുക്കളടക്കമുള്ള ഒരു യുവ തലമുറയും ഭാരതത്തിനും കേരളത്തിനും അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും മൊത്തത്തിൽ ഭാരതത്തിനും ഭാരതം വഴി ലോകത്തിനും വലിയ സംഭാവനകളാവാനുള്ള ഒരു യുവ ലോകത്തിന് വന്ന് വർഷിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹം.